ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അനാമിക നയന വരച്ച ഡിസൈനിൽ ഇങ്ങനെ ചായം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് നവ്യ തന്നെയാണ്. നവ്യ ഇത് കണ്ടുപിടിച്ച് എല്ലാവർക്കും മുന്നിൽ അനാമികയെ മുത്തശ്ശൻ്റെ മുന്നിൽ കൊണ്ടുപോയി നല്ല പൊട്ടിക്കുന്ന നല്ല കിടുക്കൻ സീന് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ആദർശ് നയനയോട് ആവശ്യപ്പെടുകയാണ്, വിദേശ കമ്പനിയുടെ ഒരു ഡിസൈൻ വരക്കണം നയന. ആ കമ്പനിയിലെ ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അനന്തപുരിക്ക് മൂർത്തി സ്റ്റെല്ലറിക്ക് വൻ ലാഭമാണ് കിട്ടാൻ ഇരിക്കുന്നത്. അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവുമാണ് വിദേശ കമ്പനിയുമായി ഒരു കരാർ ഒപ്പുവെക്കുന്നത്. അത് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന ഡിസൈൻ ഞാൻ വരയ്ക്കാമെന്ന് പറയാം കേട്ടോ. ഈ സമയം ഇത് പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമാവാണ് ആദർശ്. അങ്ങനെ ആദർശ് പറയുകയാണെങ്കിൽ നിന്നെക്കൊണ്ട് കഴിയും, നീ വന്നതിന് പിന്നെ ഒരുപാട് കോടികളുടെ ലാഭമാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം മുത്തശ്ശനും അതുപോലെ ജയനും നയനോട് പറയുന്നുണ്ട്, നയനമോളെ എന്നും വരയ്ക്കുന്നത് പോലെയല്ല, വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെ ആയിക്കോട്ടെ, കാരണം അവർക്ക് ഇഷ്ടപ്പെടണം. ഈ ഒരു വിദേശ കമ്പനിയുടെ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനും ആദർശും ഈ പറയുന്ന എല്ലാവരും ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല. എന്നാൽ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് മുത്തശ്ശൻ അവിടെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ജയനും അത് തന്നെ പറയാണ്, ശരിയാണ് നിന്നെക്കൊണ്ട് സാധിക്കും, മോള് വിചാരിച്ച് എന്തിനു കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് ദേവയാനിക്ക് അനാമികക്കും ജാനകിക്കൊക്കെ നന്നായി ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ നയനയോട് ഉണ്ടെങ്കിലും പക്ഷെ അത്ര വല്ലാതെ അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഈ സമയം നയന രാത്രി ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് ഈ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡിസൈൻ വരയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം ആദർശിന് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, എന്താ നയന നിന്നോട് ഞാൻ പറയേണ്ടത്, എനിക്ക് വാക്കുകളില്ല, അത്രയും ഭംഗിയായിട്ടുണ്ട്. ഇതവർ ഒരു നോട്ടമേ നോക്കുള്ളൂ, അത്രയും ഇഷ്ടപ്പെടും അവർക്ക്, ഈ പ്രൊജക്റ്റ് എനിക്ക് തന്നെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ്. അപ്പോൾ ആദർശ് നയനയോട് പറയാണ്, ഇതിന് സമ്മാനമായി ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരണ്ടേ. അപ്പോൾ നയന പറയാണ്, അവർക്ക് ഇഷ്ടമായെന്ന് അവർ കണ്ടിട്ട് പോലുമില്ലല്ലോ ആദർശേട്ടാ, കാണണ്ട, എനിക്കറിയാം ഈ ഡിസൈൻ കണ്ടാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു, കാരണം ഒത്തിരി കാലമായില്ലേ ഞാൻ ഓരോ ഡിസൈനുകൾ കാണുന്നതുകൊണ്ട് എനിക്കറിയാമെന്ന് പറയാൻ കേട്ടോ. ഞാൻ അവർക്ക് ഒരുപാട് ഡിസൈൻ കൊടുത്തിട്ട് അവരത് തള്ളി നീക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് നന്നായി അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമികത ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവരുടെ രണ്ടുപേരുടെയും സ്നേഹം. അപ്പം നീ വാ, ഞാൻ നിനക്കൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് നല്ല പുറത്തൊക്കെ പോയിട്ട് നല്ല സമ്മാനങ്ങൾ സാരിയൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നയന വളരെ സന്തോഷവതിയാവുകയാണ്. ആദർശിൻ്റെ ആ സ്നേഹം കിട്ടുമ്പോൾ താനൊന്നും ആഗ്രഹിക്കുന്നില്ല, സ്വത്തും മുതലൊന്നല്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ മാത്രമാണ് നയന ആഗ്രഹിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആദർശ് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയി എന്ന് കാണുമ്പോൾ അനാമിക എന്ത് ചെയ്യും, ആ ഒരു ഡിസൈൻ എടുത്തിട്ട്, എടി നീ ഈ വീട്ടിൽ സ്റ്റാറാവാൻ ശ്രമിച്ച ഒരിക്കലും അത് നടക്കില്ലടി, അനാമിക ഉള്ളിടത്ത് നിനക്ക് പൊങ്ങാൻ കഴിയില്ല. ഇവിടെ ദേവയാനിയെയും ഈ പറയുന്ന എൻ്റെ അമ്മായിയമ്മയും ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവരെ നിന്നിൽ നിന്ന് അകത്താൻ എനിക്ക് കഴിയും. അതിനുള്ള പണിയാടി ഞാൻ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു വരച്ച് വെച്ച ആ ഡിസൈനിലോട്ട് മുഴുവനായിട്ട് ചാരം ഒഴിക്കുകയാണ് കേട്ടോ. അതായത് കളറെടുത്ത് ഒഴിക്കുകയാണ്. അങ്ങനെ ആ ഡിസൈൻ എന്തെന്ന് പോലും കാണാൻ പറ്റാത്ത ആ ഒരു കോലത്തിൽ അനാമിക വെച്ച് മനസ്സിന് ആനന്ദം കണ്ടെത്തി അനാമിക അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് അനാമിക തൻ്റെ സാരിയിൽ ഈ ചാരമായത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അനാമിക വീട്ടിൽ സാധാ എല്ലാവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ പെരുങ്കള്ളിയായി നടക്കുന്നു കേട്ടോ. ഇതേ സമയം നയന തിരിച്ചു വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വിദേശ കമ്പനീൻ്റെ ആളുകൾ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയാണ്, മുത്തശ്ശനും അച്ഛനും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ നയന, ആ ഡിസൈൻ എടുത്തിട്ട് വാ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഡിസൈൻ എടുക്കാൻ വേണ്ടിയിട്ട് നയന ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ഡിസൈനിൽ ആകെ കളർ ഒഴിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്ന നയന ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം നയനയെ കാണുന്നില്ല. ഡിസൈൻ എടുക്കാൻ പോയ നയന എവിടെ പോയി എന്നറിയാൻ വേണ്ടി ആദർശ് തിരികെ റൂമിലോട്ട് വരുമ്പോൾ നയന നിന്ന് കരയുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്ന ആദർശ് എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശേട്ട ആ ഡിസൈൻ എന്ത് പറ്റി, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതോടുകൂടി ആദർശ് പറയും, എന്ത് നല്ല ഭംഗിയുള്ള ഡിസൈനായിരുന്നു, 2-3 ദിവസത്തെ പ്രയത്നം കൊണ്ട് വരച്ചെടുത്തല്ലേ, ഇനി എന്ത് ചെയ്യും, അവരാണെങ്കിലോ 2 മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ, ഇനി എന്ത് ചെയ്യും നയന എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയാണ്, എനിക്കറിയില്ല ആദർശേട്ടാ, പെട്ടെന്ന് എൻ്റെ തല ബ്ലാങ്ക് ആയതുപോലെ തോന്നുന്നു എന്ന് പറയണേ. അപ്പോഴേക്കും ആദർശ് താഴോട്ട് ചെല്ലാണ്, മുത്തശ്ശ ആ ഡിസൈനിൽ ആരോ ചാരം കളഞ്ഞിരിക്കുന്നു, എങ്ങനെയത് സംഭവിച്ചതെന്ന് അറിയില്ല, എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അവിടെ നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് അനാമികയെ ഇങ്ങനെ നിൽക്കുകയാണ്. അനാമിക ഇങ്ങനെ ഇവള് വരച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും ഇവള് ഇങ്ങനെ പറയുന്നത്, വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടി ഇതിൽ വരച്ച
വരച്ചതായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയണേ. അങ്ങനെ അത് കേടുവരുത്തിയിട്ടുണ്ടാവും. കാരണം നയന വരച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. ഒരു പേപ്പറിൽ അങ്ങ് കളർ ചെയ്തതുപോലെ അങ്ങ് കുത്തി വരച്ച് വെച്ചത് കൊണ്ട് തന്നെ അവിടെ വരച്ചു എന്ന് ആർക്കും മുന്നിൽ നയനക്ക് പറയാനും കഴിയില്ല കേട്ടോ. പക്ഷെ അനാമികയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയും, നയന മോള് ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഭംഗി പോലെ ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയണ്, അതൊക്കെ ചെയ്ത ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ, ഇതെന്താ എന്തും ഇവിടെ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് ഇട്ട് കുത്തുന്ന ഒരു സ്വഭാവം എന്ന് അനാമിക ഇങ്ങനെ പറയണം കേട്ടോ. ഈ സമയം ജയൻ പറയും, മോളെ നയനെ നിന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, നീ ഇപ്പോൾ വിചാരിച്ചാലും ഒരു ഡിസൈൻ വരയ്ക്കാൻ കഴിയും എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന നയനയ്ക്ക് ഒരു മനസ്സിന് ഒരു പ്രചോദനമുള്ള ആ വാക്കുകൾ ജയൻ്റെ വായിൽ നിന്ന് വരിക കേട്ടോ. ഇതേസമയം ആദർശ് പറയണത് ശരിയാണ് നയനെ, നിന്നെ കൊണ്ട് എന്തിനും കഴിയും, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈ 2 മണിക്കൂറിനുള്ളിൽ നിന്നെ കൊണ്ട് വരയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ അവിടെ വന്നിട്ട് പറയണേ, എൻ്റെ അനിയത്തിക്ക് എല്ലാം കഴിയും. എൻ്റെ അനിയത്തിക്ക് ഡിസൈൻ വരയ്ക്കാൻ 4-5 ദിവസത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. അരമണിക്കൂറുണ്ടെങ്കിൽ അവൾ അടിപൊളി ഡിസൈൻ എല്ലാവർക്കും വരച്ചു തരും. ഇത് അവളെ തോൽപ്പിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് നയനയോട് ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്, എടി ഇത് ചെയ്തവളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരാണെന്നറിയോ? ആ നിൽക്കുന്നവളാണ്, ആ അനാമിക. അവളുടെ സാരിയിൽ കണ്ടില്ലേ കളറ് പോയിരിക്കുന്ന, അവൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന നയനക്ക് അതങ്ങ് കാണുമ്പോൾ ദേഷ്യം അങ്ങ് വരികയാണ്. ദേഷ്യവും പകയും അങ്ങ് വരുന്നതിനോടുകൂടി നവ്യയുടെ ആ മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കുന്നതിനോടുകൂടി നയന പറയണം, ആദർശേട്ടാ പേടിക്കണ്ട, ഈ വിദേശ കമ്പനിയുടെ ഡിസൈൻ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ആദർശേട്ടന് നൽകിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ദേവയാനി പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. നയനയുടെ ആ ഒരു അത്രയും ആത്മധൈര്യത്തോട് കൂടിയിട്ടുള്ള ആ വാക്കുകൾ കേട്ടിട്ട്. അങ്ങനെ ഈ സമയം ദേവയാനിക്കുള്ളിലും സങ്കടം വരികയാണ്. കാരണം ദേവയാനിയും ആഗ്രഹിച്ച ആ ഒരു പ്രൊജക്റ്റാണ് ഇത്. അത് കിട്ടണമെന്ന് ഇവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു കഷ്ടമായി. ഇവൾ എന്ത് പണി ഏറ്റെടുത്താലും ഇവൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് ജാനകി ഇങ്ങനെ പറയുമ്പോൾ, ജാനകി നിന്നെ കൊണ്ട് കഴിയാത്ത പണി നീ പറയണ്ട, വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തണ്ട, അവൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവരുത്താനൊന്നും അവൾ ശ്രമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അച്ഛാ നമ്മൾ നല്ല നിലയ്ക്ക് എത്തുമ്പോൾ അവൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ജാനകി നീ നല്ലൊരു മരുമകളായിരുന്നു, പക്ഷേ നിനക്ക് എന്ത് പറ്റി, നിൻ്റെ മരുമകൾ വന്നപ്പോൾ നീ തല തിരിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കൂട്ടാ. അങ്ങനെ ഈ സമയം നയന വളരെ വാശിയോടും ദേഷ്യയോടും കൂടിയിട്ട് ഈ പിക്ചർ വരച്ചും കൊണ്ടിരിക്കുകയാണ്. അനാമികക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന ആ ദേഷ്യത്തോടു കൂടി ഈ പിക്ചർ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ നവ്യ ആ മൂർച്ചയുള്ള വാക്കുകൾ കൊടുത്തത് കൊണ്ട് തന്നെ അനാമികയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി നയനക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ആ പിക്ചർ വരയ്ക്കാൻ കഴിയുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം അരമണിക്കൂറുള്ളൂ ഇനി അവരെത്താൻ. അപ്പോഴേക്കും നവ്യ ഇതുമായി വരുമ്പോൾ അനാമികയ്ക്ക് ചിരി വരികയാണ്. അവളെന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് വെച്ചിട്ടുണ്ടാവും, എന്തായാലും അവൾ 3-4 ദിവസം വരച്ച ആ പിക്ചറിന് ഒക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം മനസ്സുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആദർശ് എവിടെ നോക്കട്ടെ നയന എന്ന് പറഞ്ഞിട്ട് ആദർശ് നോക്കുമ്പോൾ, എൻ്റെ നയനെ നീ 3-4 ദിവസം എടുത്ത് വരച്ച ഈ പിക്ചറിനേക്കാൾ ഏറ്റവും നല്ല പിക്ചറായിരിക്കുന്നു ഇത് പറയാൻ വാക്കുകളില്ല നയനെ, ഇത് നമുക്ക് തന്നെ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണേ, ഞാനൊന്ന് കാണട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശനും ജയനും ഒക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവാണ്. പറയുന്നത് പോലെ തന്നെ വിദേശ കമ്പനിയുടെ ആളുകൾ വരികയാണ്. അവർ ഒരൊറ്റ നോട്ടം അപ്പോഴേക്കും അവരത് സൈൻ ചെയ്യാണ്. അവർ പറയാണ് 600 കോടിയുടെ പ്രൊജക്റ്റാണ്, ഞങ്ങളുടെ എല്ലാ ഡിസൈനും ഇവരാണ് വരച്ച് തരേണ്ടത് എന്നിങ്ങനെ ആദർശിന് എല്ലാ ആ ഒരു കയ്യൊപ്പും കൊടുത്തു പോകുമ്പോൾ അവിടെ എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ. ഇതേ സമയം നവ്യ ആണെങ്കിലോ എല്ലാവർക്കും മുന്നിൽ, മുത്തശ്ശനും ജാനകിക്കും ദേവയാനിക്കും മുന്നിൽ വെച്ചിട്ട്, അതെ നേരത്തെ നയന വരച്ച ഡിസൈൻ അത് ആരോ മനഃപൂർവ്വം ചാരം കളഞ്ഞതാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. പക്ഷെ എല്ലാവരും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാനകി പറയണം, ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെയൊക്കെ ചെയ്യാൻ, ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, കുഞ്ഞിനേക്കാൾ ക്രൂരമായ മനസ്സുള്ളവർ ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മനുഷ്യന്മാരോട് ഒരു ദയമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവർക്ക് അതില്ല എന്ന് പറയുമ്പോൾ അനാമിക ഇങ്ങനെ നോക്കുന്നുണ്ടോ. അപ്പോൾ ഈ അനാമിക നവ്യയോട് ചോദിക്കും, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, നീ അല്ലാതെ പിന്നെ ആര് ചെയ്യാൻ, നിൻ്റെ സാരിയിൽ കാണാനില്ലേ ചാരം എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന അനാമിക ആകെ പേടിച്ച് വിറക്കാണ്. അപ്പോൾ അനാമിക പറയണേ, ഇത് ഞാനാണ് ചെയ്തതെന്ന്, എൻ്റെ സാരിയിൽ കളറുണ്ടെന്ന് കരുതി ഞാനാ ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കുറച്ച് നേരത്തെ നയനെടുത്ത് ഡിസൈൻ വരയ്ക്കുന്നത് കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അപ്പോൾ മുത്തശ്ശന് കാര്യങ്ങൾ പിടികെട്ടാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അനാമികയെ എപ്പോഴും വളഞ്ഞ വഴിയെടുക്കുന്നത് അത് നല്ല സ്വഭാവത്തിൽ
ചേർന്ന പണിയല്ല. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ അങ്ങനെ ചെയ്യില്ല. നല്ല രീതിക്ക് പോവാൻ എപ്പോഴും നോക്കണം. മറ്റുള്ളവരെ തകർക്കുന്നത് ഇങ്ങനെ വഴിയിലൂടെ ആവരുത്. അത് കുടുംബം മൊത്തം തകർച്ചയാണെന്ന് ഇനി ചിന്തിക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ കൂടുതലായി ഒന്നും പറയില്ല കേട്ടോ. പിന്നീട് മുത്തശ്ശൻ ഇങ്ങ് ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരികയാണ്. അങ്ങനെ നയനയോട് പറയാണ്, നയന, നീ 600 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾക്കുണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 25 കോടിയുടെ ഒരു വണ്ടി നിനക്ക് ഞാൻ വാങ്ങിത്തരുന്നു. അതുമാത്രമല്ല വേറെയുമുണ്ട് നിനക്കിതിന് പ്രത്യേകോപകാരമായി എന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ ഈ വണ്ടിയുടെ ചാവി കൊടുക്കുമ്പോൾ അനാമികയുടെ അച്ഛൻ കൊണ്ടുവന്ന കാറിനേക്കാൾ നല്ല അടിപൊളി കാറ് ഇങ്ങനെ നയനക്ക് സമ്മാനിക്കാൻ കേട്ടോ. ഇതോടുകൂടി അനാമികക്ക് ദേഷ്യം അടക്കാൻ കഴിയില്ല. അനാമിക ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കണം. ഇതേ സമയം ദേവയാനി പറയണേ, എന്നാലും എൻ്റെ അനാമിക ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഒരിക്കലും ചെയ്യരുത്. മറ്റുള്ളവർക്കും പോലും ഇത് നാണക്കേടാണ്. എൻ്റെ മരുമകളെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനെ തരം താഴ്ന്ന പണി ചെയ്തു കഴിഞ്ഞാൽ നയനക്ക് മാത്രമല്ല കൊള്ളുന്നത്, അനന്തപുരി തറവാടിനെ തന്നെ പേരുദോഷമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തത്. ഇനി മേലാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ദേവയാനിയുടെ സ്വഭാവം എന്തെന്ന് നീ ശരിക്കും അറിയുമെന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.